ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി ഒരു രസം ഉണ്ടാക്കാം. ഇപ്പൊ ഉള്ള എല്ലാരും കടയിൽ നിന്ന് രസപ്പൊടി ഒക്കെ വാങ്ങിയിട്ടാണ് രസം ഉണ്ടാക്കുന്നത്. അതില്ലാതെ നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ഒരു രസം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. രസത്തിന് വേണ്ടത് വാളംപുളിയാണ്. അത് ഞാൻ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്ത് ലേശം ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. അതിനി കുതിർന്നോട്ട്. അതിന്റെ മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട്. അത് എടുക്കാം. 2 ടീസ്പൂൺ കുരുമുളകാണ്. അത് നമുക്ക് ചതച്ചെടുക്കാം. കുരുമുളക് പൊടിയല്ല ഇടുന്നത്, ചതച്ചിട്ടിടുക. ഇതേപോലെ ചതച്ചാൽ മതിയെ, നല്ല പൊടിയണ്ട. ഇങ്ങനെ ഈ പൊടി, ഈ തരിയോടെ ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2-3 കഷ്ണം ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചതച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാം. ഇഞ്ചി, ഒരു 10 ഇല്ലി വെളുത്തുള്ളി, ഇതിൽ വെക്കാം. ഒരു 10 ചെറിയുള്ളി, അത് നമുക്ക് ചതച്ചെടുക്കാം. ഈ കല്ല് ചെറുതായ കാരണമാണ് കുറേച്ചിട്ട് ചതക്കുന്നത്. മക്കളെ, ഇനി നമുക്ക് രസം ഉണ്ടാക്കാം. അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. ചട്ടി ചൂടായേ അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ഇടുകയാണേ. 1/2 ടീസ്പൂണ് ഉലുവ ഇടുകയാണേ. നമുക്കിതില് ഒരു 2 വറ്റൽ മുളക് മുറിച്ചതിട്ട് കൊടുക്കാം. ഇത് മുളക് വേഗം കരിയേ, അപ്പൊ വേഗം ഇത് അരിഞ്ഞ് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതിലിട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറ് ആയി വരട്ടെ. ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഞങ്ങള് കല്യാണങ്ങൾക്ക് പോകുമ്പോഴേ നാടൻ സദ്യ ആയിരിക്കും. ഈ നാടൻ സദ്യയുടെ ഒപ്പമാണ് രസം, മോരൊക്കെ ഉണ്ടാവുക. അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോയാ രസം മോരും കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് നീക്കി അങ്ങ് വെക്കും. വെച്ചിട്ട് എന്നിട്ട് രസം മോരും അടുത്തടുത്ത് കൊണ്ടുവരും. രസത്തിന്റെ പിന്നാലെ മോര് വരും, അല്ലെങ്കിൽ മോരിന്റെ പിന്നാലെ രസം വരും. അതിങ്ങനെ കയ്യിലും വാങ്ങി ഇങ്ങനെ കുടിക്കും, ഗ്ലാസ്സിലും ഒഴിച്ച് കുടിക്കും. ബാക്കിയുള്ളത് ചോറിലും ഒഴിച്ച് ഇങ്ങനെ വിരകി കഴിക്കും. നല്ല രസമായിരിക്കും. അന്നുള്ള രസം കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണേ. ഉള്ളി നല്ല വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 1/4 സ്പൂണ് മഞ്ഞപ്പൊടി. ഇനി നമ്മൾ ചതച്ച് വെച്ച കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ട് വേണം ഇടാൻ. ഒന്ന് മസാലയുള്ള പച്ചമണം പോണ വരെ ഇളക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ മസാലകൾ വേഗം കരിയുള്ളു. ഇനി നമുക്കിതിൽ തക്കാളി ഇടാം. ഞാൻ 1 തക്കാളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, അത് ഇടുകയാണ്. ഇനി നമുക്കിതില് ഈ പുളി വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് കായത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോ കുറച്ചിട്ട് കൊടുത്ത് ഇനി നമുക്ക് പാകം ഉണ്ടോന്ന് നോക്കിയിട്ട് അടുത്തത് ഇടാം.
ഇതിൽ ഞാനിപ്പോ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിനി 2-3 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. ഇത് നമുക്കിനി മൂടി വെക്കാം. മൂടി വെച്ചിട്ട് വേവിക്കാം. ഇത് നമുക്കിനി തുറന്ന് നോക്കാം. നല്ല തിളച്ചിട്ട് ഇനി നമുക്കിതിലേ നല്ല മണം വരുന്നുണ്ട് ഇളക്കുമ്പോ. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇടാം. മല്ലിച്ചപ്പ് കൂടി ഇടുമ്പോ കുറച്ചുകൂടി നല്ല മണം ഉണ്ടാവും. ഒരു 2 മിനിറ്റ് കൂടി തിളപ്പിച്ചിട്ടെടുക്കാം. ഒന്നുകൂടി നമുക്ക് മൂടി വെക്കാം. ഒന്നുകൂടി നല്ലപോലെ തിളക്കട്ടെ. നമ്മുടെ രസം ഇപ്പൊ ആയിട്ടുണ്ടാവും. നമുക്കിത് നോക്കാം. നല്ല മണം ഉണ്ട് കേട്ടോ. എന്താ മണം. നമുക്കിനി ടേസ്റ്റ് നോക്കാം. അയ്യോ, എന്ത് രസം വെച്ചിട്ടാ. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ മക്കളെ. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. നമ്മുടെ നാടൻ രസം റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.